നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു കടയുടെ പ്രമോഷനോ പരസ്യത്തിനോ വേണ്ടിയല്ല ഈ വീഡിയോ. ഈ ഓണക്കാലത്തും അല്ലാതെയുമൊക്കെ ഇങ്ങനെ ഒരു പലചരക്ക് മൊത്ത വ്യാപാര കടയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ JSM ഹോസ്പിറ്റലിന് അരികിലായി, സ്പിന്നിംഗ് മില്ലിന് അരികിലായി, അണ്ടർ പാസേജ് ശീമാട്ടിയുടെ തൊട്ടടുത്താണ്. ഇവിടെയാണ് പങ്കജ് ഏജൻസീസ് സീതാറാം എന്ന പലചരക്ക് മൊത്ത ചില്ലറ വ്യാപാരമുള്ളത്. ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴിയുണ്ട്. 80 മീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് പങ്കജിൽ എത്തിച്ചേരാം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പലചരക്ക് വ്യാപാര കടയാണ്. പാരിപ്പള്ളിയിലായിരുന്നു, റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് മാറിയതാണ്. ഗുണമേന്മയുള്ള പലചരക്കുകൾ വിലക്കുറവിൽ ലഭ്യമാകും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പങ്കജിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ജനകീയനായ കാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ ഷാജിയാണ് പങ്കജിന്റെ മാനേജിംഗ് ഡയറക്ടർ. എന്തായാലും ഈ ഓണക്കാലത്ത് പങ്കജിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. നമസ്തേ. ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഓണാശംസ അങ്ങോട്ട് പറയുകയാണ്. ഞങ്ങൾ പങ്കജ് ഏജൻസീസ് കഴിഞ്ഞ 50 വർഷക്കാലമായി പാരിപ്പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലചരക്ക് ഹോൾസെയിൽ വ്യാപാര രംഗത്താണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലമെടുപ്പ് വന്നപ്പോൾ പങ്കജ് ഏജൻസീസ് എന്ന സ്ഥാപനം ഏതാണ്ടൊരു ബിൽഡിംഗ് 60% നഷ്ടമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരെ ശീമാട്ടി ജംഗ്ഷനിൽ ഇനി ഒരു മാറ്റമില്ലാതെ സ്ഥിരമായ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നതിനായി ഞാൻ എൻ്റെ വീടിന് സമീപം തന്നെ എൻ്റെ സ്ഥാപനം ഒരു നല്ലൊരു ഗോഡൗൺ കെട്ടി അതിൽ തന്നെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ടൊരു 2 വർഷക്കാലമായി ഞങ്ങളുടെ 2ാമത്തെ ഓണമാണ് ഇവിടെ ഇപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾക്ക് ബിസിനസ് കുറച്ച് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഉള്ളിലാണ്, ഹൈവേയിൽ നിന്ന് കുറച്ച് അകത്തോട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോഴതെല്ലാം മേക്കപ്പ് ചെയ്ത് എൻ്റെ പഴയ കസ്റ്റമേഴ്സിന് ഏതാണ്ട് 90% ആൾക്കാർ ഞങ്ങളിൽ എത്തിച്ചേരുകയും അവർക്ക് എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ നിന്ന് ഡെലിവറി ആയിട്ട് അവരുടെ വീട്ടിൽ ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അല്ലാതൊരു അനുഗ്രഹം കൂടി കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ ഇങ്ങനെ വികസനം വന്നപ്പോഴെല്ലാം പൊളിച്ചൊക്കെ ഇട്ടേക്കുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസരത്തിൽ അവർ ഞങ്ങളെ തന്നെയാണ് കൂടുതൽ സമീപിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാട്സപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കുകയും ഞങ്ങൾ അന്നേ ദിവസം തന്നെ വലിയ താമസമില്ലാതെ അവരുടെ ഭവനങ്ങളിലേക്ക് ഈ സാധനം ഞങ്ങളുടെ വാഹനത്തിൽ അവിടെ കൊണ്ടെത്തിച്ച്, ബൾക്കായിട്ടുള്ള ഓർഡറാണെങ്കിൽ ചെറിയൊരു ഹോം ഡെലിവറി, ഒരു ചെറിയൊരു ഫീസ് ഞങ്ങൾ അതിനകത്ത് ഈടാക്കുന്നുണ്ട്. അല്ലാതെയുള്ള ചെറിയ ഓർഡറിനൊക്കെ ഫ്രീ ഡെലിവറിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എൻ്റെ അച്ഛനും എൻ്റെ മാമനുമാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സ്ഥാപനം നടത്തിയിരുന്നത്. അവരിൽ നിന്ന് ഞാൻ എൻ്റെ പഠിത്തകാലം കഴിഞ്ഞിട്ട് ഇതിലോട്ട് കയറുകയും ബിസിനസ്സിലോട്ട് ഇറങ്ങുകയും പിന്നെ ബാക്കിയുള്ള ബാലപാഠങ്ങൾ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ച് അതേ പാഠം തന്നെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ട് പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഈ ഓണക്കാലമായിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് പുതിയൊരു ഓഫർ ഇപ്പം
നൽകുകയാണ്. 5,999 രൂപയ്ക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് റീറ്റെയിലായിട്ട് സാധനം മേടിക്കുന്ന കസ്റ്റമറിന് ഒരു ഡബിൾ കോട്ട് ഫാമിലി ബെഡ്ഷീറ്റും ഒരു ഡബിൾ പില്ലോ കവർ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 4,999 രൂപയ്ക്ക് സാധനം വാങ്ങുന്ന കസ്റ്റമർ റീറ്റെയിൽ കസ്റ്റമറിന് ഒരു നൈറ്റി സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അതുകൂടാതെ 4,999 രൂപയ്ക്ക് സാധനം വാങ്ങുന്നത് തന്നെ നമ്മുടെ ജെൻസായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ അവർക്കൊരു ഡബിൾ മുണ്ട് ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 3,999 രൂപയ്ക്ക് നമ്മുടെ റീറ്റെയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് ഒരു സിംഗിൾ ബെഡ്ഷീറ്റ് ഞങ്ങൾ സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. 2,549 രൂപയ്ക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് റീറ്റെയിൽ സാധനം വാങ്ങുന്ന കസ്റ്റമറിന് ഒരു സിംഗിൾ മുണ്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. 1,999 രൂപയ്ക്ക് സാധനം വാങ്ങുന്ന റീറ്റെയിൽ കസ്റ്റമറിന് ഒരു കൈലി ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഞങ്ങൾ ഒരു പ്രോത്സാഹനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അല്ലാതെ മറ്റുള്ള ഒരു ബെനിഫിറ്റായിട്ടോ അങ്ങനെയൊന്നും നോക്കി അങ്ങനെ ചെയ്യുന്നതല്ല. പങ്കജ് സ്റ്റോറിനെയും ഡോക്ടർ ഷാജിയേട്ടനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്നുള്ള എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹത്തിന് പിന്നിൽ മറ്റൊരു നന്മ കൂടിയുണ്ട്. ഷാജിയേട്ടനും കുടുംബവും ഒരുമിച്ചാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അവർ വളരെ അത്യധ്വാനം ചെയ്ത് കിട്ടുന്ന ഈ ബിസിനസ് ലാഭത്തിൽ നിന്നും നല്ലൊരു ശതമാനം കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്ന പ്രത്യേകത മറ്റ് കച്ചവടക്കാർക്ക് കൂടി ഒരു മാതൃകയാണ്. സാധാരണക്കാർക്കൊപ്പം ഒരു വ്യവസായിയായി നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള വലിയ മനസ്സ്, അത് ഒരു മാതൃക തന്നെയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുന്നതോടൊപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരണം, പങ്കജ് ഏജൻസീസിലേക്ക്. ഷാജിയേട്ടനെ പരിചയപ്പെടണം, ഈ കച്ചവടത്തിൻ്റെ പ്രത്യേകതകൾ കൂടി അറിയണം.